ആദരിക്കപ്പെടുന്ന ചിങ്ങപ്പുലരിയിലും തീരാക്കണ്ണീർ. പാലക്കാടൻ നെൽകർഷകരുടെ ജീവിതം തളർത്തുന്ന സംഭരണ പ്രതിസന്ധിയും ഭരണകൂട അനാസ്ഥയും. ഇന്ന് ചിങ്ങം 1, മലയാളിയുടെ കർഷക ദിനം. ഭൂമിയെ പഴുതുപോലുമില്ലാതെ സ്നേഹിച്ച് നാടിന് അന്നമൂട്ടുന്ന കർഷകരെ ആദരിക്കാനും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാനും ഔദ്യോഗിക ചടങ്ങുകൾ തകൃതിയായി നടക്കുന്ന ദിവസമാണിത്. എന്നാൽ കേരളത്തിന്റെ കലവറയായ പാലക്കാടൻ മണ്ണിൽ കർഷക ദിനത്തിന്റെ പുലരി പൊട്ടിവിരിഞ്ഞത് ആഹ്ലാദത്തോടെയല്ല, മറിച്ച് കണ്ണീരോടും കടുത്ത നിരാശയോടും കൂടിയാണ്. വിളവെടുത്ത നെല്ലിന്റെ സംഭരണ വില ലഭിക്കാതെ കടക്കിണിയിലായ നെൽകർഷകർക്ക് ഈ ആഘോഷ ദിനങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും വലിയ പരിഹാസമായാണ് അനുഭവപ്പെടുന്നത്. ഒന്നാം വിളയുടെ കാലത്തും തീരാത്ത രണ്ടാം വിള കുടിശ്ശിക. കർഷകർ രണ്ടാം വിളയുടെ നെല്ലെടുത്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും അതിന്റെ തുക പൂർണ്ണമായി കർഷകരുടെ കൈകളിൽ എത്തിയിട്ടില്ല എന്നതാണ് പാലക്കാടൻ പാടശേഖരങ്ങളെ കരിനിഴലിലാക്കുന്ന പ്രധാന ഘടകം. നെല്ല് സംഭരണ തുക വൈകുന്നത് മൂലം കൃഷി ഇറക്കലിന് ആവശ്യമായ വിത്ത്, വളം, കൂലിച്ചെലവ് എന്നിവ കണ്ടെത്താനാകാതെ കർഷകർ വലയുന്നു. കർഷകരുടെ അധ്വാനത്തിന് കൃത്യസമയത്ത് വില നൽകുന്നതിൽ സംഭരണ ഏജൻസികളും സർക്കാരും പരാജയപ്പെടുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഏകദേശം 400 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത്. സംഭരണ വില വിതരണം ചെയ്യാൻ ബാങ്കുകളിലൂടെയുള്ള PRS വായ്പാ സംവിധാനങ്ങൾ കർഷകരെ വീണ്ടും വലിയ കടക്കണിയിലേക്കാണ് തള്ളിവിടുന്നത്. കേരളത്തിൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയാണ്. സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിൽ നിന്ന് സമയബന്ധിതമായി വിഹിതം ലഭിക്കാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. മാത്രമല്ല, നെല്ലിന്റെ താങ്ങുവിലയിൽ വലിയൊരു പങ്ക് കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട ഈ തുക സപ്ലൈകോയ്ക്ക് സമയത്തിന് ലഭിക്കാതെ വരുന്നതും വലിയ പ്രശ്നമാണ്. കർഷകർക്ക് പണം നൽകുന്നതിനായി സർക്കാർ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാർ മുൻകാലത്തെ വായ്പാ തിരിച്ചടവുകൾ വൈകിപ്പിക്കുന്നതും ബാങ്കുകളുമായി പലിശ നിരക്കുകളിൽ തർക്കമുണ്ടാകുകയും ചെയ്യുമ്പോൾ ബാങ്കുകൾ പണം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുന്നത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. കർഷകന് നെല്ലിന്റെ വില നേരിട്ട് നൽകുന്നതിന് പകരം സപ്ലൈകോ നൽകുന്ന പാടി റെസിപ്റ്റ് ഷീറ്റ് ബാങ്കിൽ ഹാജരാക്കി കർഷകന്റെ പേരിൽ ഒരു വായ്പയായി തുക നൽകുന്ന രീതിയാണ് PRS ലോൺ. ഇതിന്റെ അസലും പലിശയും സർക്കാർ ബാങ്കിൽ അടയ്ക്കും എന്നതായിരുന്നു ധാരണ. എന്നാൽ ഇത് സമയത്തിന് നടക്കാറില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി ഈ രീതി കർഷകർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പ്രതിസന്ധി നെൽകർഷകരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഓണവിപണി ലക്ഷ്യമിട്ട് ജില്ലയിലെ മുതലമട, ചിറ്റൂർ, വടവന്നൂർ, നെന്മാറ മേഖലകളിൽ വൻതോതിൽ പച്ചക്കറി കൃഷി ഇറക്കിയ കർഷകരും സമാനമായ ആകുലതകളിലാണ്. ഹോർട്ടികോപ്പ്, VFPCK തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങൾ വഴി വിപണി ഇടപാടുകൾ കൃത്യമായി നടക്കാത്തത് കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നു. സർക്കാർ സംഭരണം മന്ദഗതിയിലാകുന്നതോടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് പൊതുവിപണിയിൽ എത്തിക്കാൻ കർഷകർ നിർബന്ധിതരാകുന്നു. ഇത് മുതലാക്കുന്ന ഇടനിലക്കാരും പൊതുവിപണിയിലെ ഏജന്റുമാരും തുച്ഛമായ വില നൽകി കർഷകരെ പരസ്യമായി ചൂഷണം ചെയ്യുകയാണ്. വിപണിയിൽ നാടൻ പച്ചക്കറികൾക്കും വെളിച്ചെണ്ണയ്ക്കും വൻ വിലയുള്ളപ്പോഴും ഇതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നത് അന്യ സംസ്ഥാന ലോബികൾക്കാണ്. ഉദാഹരണത്തിന്, വെളിച്ചെണ്ണ ഉൽപാദനത്തിലുള്ള തേങ്ങയ്ക്ക് വിപണിയിൽ 56 രൂപ വരെ വിലയുള്ളപ്പോൾ പ്രാദേശിക കർഷകന് ലഭിക്കുന്നത് വെറും 45 രൂപ മാത്രമാണ്. കർഷകരെ സഹായിക്കേണ്ട പദ്ധതികളും ബജറ്റ് നീക്കിവെപ്പുകളും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്ന വിമർശനവും ശക്തമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചതും കാർഷിക വികസന ഏജൻസികൾക്ക് ആവശ്യമായ പ്രവർത്തന ഫണ്ട് അനുവദിക്കാത്തതും ഗ്രാമീണ മേഖലയിലെ കാർഷിക ചലനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വളവും കീടനാശിനികളും സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതിനായി ഏർപ്പെടുത്തിയ സങ്കീർണമായ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ നടപടികൾ സാധാരണക്കാരായ കർഷകർക്ക് അധിക ഭാരമായി മാറുന്നു. സാങ്കേതിക വിദ്യയെ ലളിതമായി കർഷകന് ലഭ്യമാക്കുന്നതിന് പകരം ഇത്തരം സങ്കീർണതകൾ അവരെ ആനുകൂല്യങ്ങളിൽ നിന്നും അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ. മേടമാസത്തിൽ വിത്തെറിഞ്ഞ് വെയിലും മഴയും കൊണ്ട് നാടിന് അന്നം തരുന്ന കർഷകനെ വെറും ചടങ്ങുകളിൽ ആദരിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവകാശപ്പെട്ട ഉൽപ്പന്ന വില കൃത്യസമയത്ത് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് പ്രധാനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരി
കർഷകന്റെ കണ്ണീരിൽ രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണം. സംഭരണ കുടിശ്ശിക അടിയന്തരമായി തീർപ്പാക്കുക. ഹോർട്ടികോപ്പ് വഴിയുള്ള ഇടപെടലുകൾ ശക്തമാക്കുക. ഇടനിലക്കാരുടെ ചൂഷണം തടയുക എന്നിവ നടപ്പാക്കിയാൽ മാത്രമേ കർഷക ദിനം എന്ന ആഘോഷത്തിന് യഥാർത്ഥ അർത്ഥവും മൂല്യവും കൈവരുകയുള്ളൂ.